الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിയുക. അതിനു വേണ്ടിയാണ് പടച്ച തമ്പുരാൻ ഇബാദത്തുകളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹുവുമായി ആത്മബന്ധം സ്ഥാപിക്കുവാൻ മറ്റൊരു സുപ്രധാനമായ ഉപാധി അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇബാദത്തുകളുടെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ ഉദ്ദേശവും അതുതന്നെയാണെന്ന് കാണാം. അല്ലാഹുവുമായി, സൃഷ്ടാവുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ സമസൃഷ്ടികളുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഖുർആൻ പലയിടങ്ങളിലും അല്ലാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നവരോട് അവരെ പ്രത്യേകമായി ഉണർത്തുന്ന കാര്യമാണിത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം,
അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുത്. ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ചേർത്ത് പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതോട് ചേർത്തുകൊണ്ട് അള്ളാഹു തആല എടുത്തു പറയാണ് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന്. വബിദിൽ ഖുർബ, അതേപോലെ തന്നെ ഉറ്റ ബന്ധുക്കളോട്, വൽ യതാമ വൽ മസാകീൻ, അനാഥകളോടും അഗതികളോടും, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, ഏറ്റവും അടുത്ത അയൽവാസിയോട് അതുപോലെ അകന്ന അയൽവാസിയോട്, വസാഹിബി ബിൽ ജംബ്, പല വിധേനയും സഹവസിക്കേണ്ടി വരുന്ന ആളുകളോട്, വബനി സബീൽ, വഴിയാത്രക്കാരനോട്, വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അഥവാ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരോട്. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ചുറ്റുപാടും നിലനിൽക്കുന്ന ഒട്ടേറെ മനുഷ്യബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നന്നായി നിലനിർത്തണമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി നമ്മെ ഉണർത്തുന്നത് കാണാം. അപ്പൊ അല്ലാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ സമസൃഷ്ടികളുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ ബന്ധം ഏറ്റവും നല്ല ഇഹ്സാനോട് കൂടിയ ബന്ധമായിരിക്കേണ്ടതുമുണ്ട്. കേവലമായ ഭക്തി പ്രകടനങ്ങൾ കൊണ്ട് അല്ലാഹുവുമായുള്ള ബന്ധം നേടിയെടുക്കാൻ സാധ്യമല്ല. ഇബാദത്തിന്റെ സാങ്കേതികമായ ഒരുപാട് വ്യാഖ്യാനങ്ങളും കർമ്മമാർഗങ്ങളും നമുക്കറിയാം. നമസ്കാരം, അതുപോലെ ദുആ, ദിക്ർ, ഖുർആൻ പാരായണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇവയെല്ലാം അല്ലാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കണം എന്നാണ് ഈ സൂക്തം നമ്മെ ഉണർത്തുന്നത്. സൂറത്തുൻ നിസാ 36-ാമത്തെ സൂക്തമാണിത്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായാൽ, സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ സൃഷ്ടാവുമായുള്ള ബന്ധം നേരെയാക്കുവാൻ സാധ്യമല്ല. സൃഷ്ടികളോടുള്ള ബാധ്യതകളിൽ വിള്ളലുകൾ ഉണ്ടായാൽ സൃഷ്ടാവിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ഈ പറയുന്നതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹുവുമായി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം എന്നാണ് ഇവിടെ അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നത്. മാതാപിതാക്കളുമായുള്ള ബന്ധം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താണ് മാതാപിതാക്കളോടുള്ള തൻ്റെ ബാധ്യത? ഇതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോടുള്ള മക്കളുടെ ബാധ്യത എണ്ണിപ്പറയുകയല്ല ചെയ്തത്. അവരെ പരിചരിക്കണം, അവർക്ക് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കണം, പ്രായമായാൽ വേണ്ട വിധത്തിലൊക്കെ അവരെ സഹായിക്കണം എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ എണ്ണിപ്പറയുകയല്ല ചെയ്തത്. പിന്നെ എന്താണ് മറുപടി പറഞ്ഞത്? ഫഖാല ലിസാഇൽ, ചോദിച്ചവനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുമാ ജന്നത്തുക വനാറുക, അവരാണ് നിന്റെ സ്വർഗം, അവരാണ് നിന്റെ നരകവും. ഇതാണ് റസൂലുള്ളാഹിന്റെ മറുപടി. ഇതിൽ ഒരുപാട് ചിന്തിക്കാനുള്ള പ്രേരണകളുണ്ട്. നമസ്കരിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ സ്വർഗം ലഭിക്കും എന്ന ശൈലിക്ക് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിശ്ചയിക്കുന്നത് അവരാണ്. നീ എത്ര തന്നെ സാങ്കേതികമായ ഇബാദത്തുകൾ മുഴുകിയാലും യഥാർത്ഥത്തിൽ നീ സ്വർഗത്തിന് അർഹനാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് മാതാപിതാക്കളോടുള്ള നിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശമാണ്. സ്വർഗം നേടിയെടുക്കണമെങ്കിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം നന്നാക്കിയേ പറ്റൂ. സാങ്കേതികമായി മറ്റെന്ത് ഇബാദത്തുകളിൽ മുഴുകിയാലും അല്ലാഹു സുബ്ഹാനഹു തആല അന്തിമമായി ഈ ബന്ധം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കും എന്നാണ് പറയുന്നതിനർത്ഥം. മാതാപിതാക്കളുമായുള്ള ബന്ധം സാങ്കേതികമായ ബന്ധമല്ല, അതിനൊക്കെ അപ്പുറം, എല്ലാറ്റിനും അപ്പുറം മനുഷ്യന്റെ ഭൂമിയിലെ ബന്ധങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായി കാത്തുസൂക്ഷിക്കേണ്ട ബന്ധമാണത്. മാതാപിതാക്കളുമായി സാമ്പത്തികമായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അവരോട് തർക്കിക്കുന്ന രീതി പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ.
നീയും നിന്റെ സമ്പാദ്യവും നിന്റെ മാതാപിതാക്കളുടേതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് മാതാപിതാക്കളുമായി സാമ്പത്തിക വിഷയത്തിൽ തർക്കത്തിലേർപ്പെടാൻ പാടില്ല. മാത്രമല്ല, നിന്റെ സമ്പാദ്യം മാതാപിതാക്കൾക്ക് അവരുടെ ആവശ്യമനുസരിച്ച് നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാനുള്ള അവകാശമുണ്ട്. അത് നീ അവർക്ക് വകവെച്ചു കൊടുക്കുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. അതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ അത്ര കിട്ടിയില്ല, ഇത്ര കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുമായുള്ള ബന്ധം വഷളാക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായ നിലപാടായിരിക്കും. നമ്മുടെ സ്വർഗം നമുക്ക് നഷ്ടപ്പെടുന്ന നിലപാടായിരിക്കും എന്നാണ് ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ മറ്റ് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായും വളരെ പ്രോത്സാഹനപൂർവവും പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാം. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അസരിഹി, തന്റെ റിസ്ഖിൽ വർധനമുണ്ടാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ തന്റെ ശേഷവും തന്റെ കാൽപ്പാടുകൾ മായാതെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, താൻ സ്മരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ ബന്ധം ചേർക്കട്ടെ. ഫൽ യസിൽ റഹിമ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. തന്റെ റിസ്ഖിൽ വർധനമുണ്ടാകണമെങ്കിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം. പലപ്പോഴും നാം ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് താൻ അവരെ സഹായിക്കേണ്ടി വരുമോ, തൻ്റെ സമ്പത്തിൽ കുറവ് സംഭവിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ടായിരിക്കും. ഒരാളുമായി കൂടുതൽ അടുക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുമ്പിൽ നിരത്തും. അപ്പോൾ ഞാൻ അവൻ്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടി വരും. ഇത് ഭയന്നുകൊണ്ടാണ് പലപ്പോഴും നാം മറ്റുള്ളവരുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കാത്തത്. ഒരുപക്ഷെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, അല്ലെങ്കിൽ അയൽവാസിയോട് എന്തൊക്കെയാണ് വിശേഷം, വല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പോലും അകന്നു നിൽക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ വന്നു വീഴുമോ എന്ന് ഭയന്നിട്ടായിരിക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത് ബന്ധം ഊട്ടിയുറപ്പിച്ചാൽ തീർച്ചയായും യുബ്സത ലഹു ഫി റിസ്ഖി, അവൻ്റെ റിസ്ഖിൽ വർധനവുണ്ടാകും, വിശാലതയുണ്ടാകും എന്നാണ്. അതെങ്ങനെ ഉണ്ടാകും? എൻ്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ എൻ്റെ റിസ്ഖിൽ എങ്ങനെയാണ് വിശാലത ഉണ്ടാവുക? അത് നിങ്ങൾ അറിയേണ്ടതില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആർ തഖ്വയുള്ളവനാകുന്നുവോ അവന് കണക്ക് കൂട്ടാൻ കഴിയാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല റിസ്ഖ് നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതിനാൽ ബന്ധുക്കളെ സഹായിച്ചിട്ട് ഒരാൾ ദരിദ്രനായിപ്പോയി എന്നൊരിക്കലും കരുതേണ്ടതില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. അല്ലാഹു തആല ഐശ്വര്യം നൽകിക്കൊണ്ടിരിക്കും. അതിനാൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഭാവി അല്ലാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ആ ഹദീസ് എന്ന് ഉണർത്തുന്നത്. സ്വർഗപ്രവേശത്തിന്റെ മാനദണ്ഡമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനെ ചേർത്ത് പറഞ്ഞത് കാണാം. യാ അയ്യുഹന്നാസ് അഫ്ശു സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, സലാം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അത്ഇമു തആം, അതേപോലെ ഭക്ഷിപ്പിക്കണം. നിങ്ങളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, മറ്റുള്ളവരെയൊക്കെ ഭക്ഷിപ്പിക്കുക എന്നെടുത്ത് പറഞ്ഞു. വസിലുൽ അർഹാം, അതേപോലെ തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കെ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനപൂർവം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനമായി എടുത്തു പറയുന്നത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കലാണ്. കൂടുതലായി സലാം വർദ്ധിപ്പിക്കുക, അതേപോലെ ആളുകളെ ഭക്ഷിപ്പിക്കുക, അതേപോലെ തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. എങ്കിൽ സ്വർഗം ഉറപ്പാക്കാൻ സാധിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് കാണാം. എങ്ങനെയാണ് ബന്ധം ഊട്ടിയുറപ്പിക്കുക? പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നാം ശീലിച്ചു വന്ന ഒരു ശൈലിയുണ്ട്. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ടും സലാം പറയാം, ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ടും ചിരിക്കുക, എന്നെ കല്യാണത്തിന് വിളിച്ചാൽ അയാളെയും കല്യാണത്തിന് വിളിക്കുക,
എനിക്ക് വല്ല പാരിതോഷികങ്ങളും നൽകിയാൽ അയാൾക്കും പാരിതോഷികം തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ ബന്ധം ചേർക്കുന്ന ഒരു രീതിയുണ്ട്. ലൈസൽ വാസിലു ബിൽ മുക്കാഫി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയാൻ, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ടും എന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ല ബന്ധം ചേർക്കുന്നവർ. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവർ. എവിടെയെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരം ഘട്ടങ്ങളിൽ അത് ബോധപൂർവം വിളക്കിച്ചേർക്കുവാൻ ശ്രമിക്കുന്ന, ഇങ്ങോട്ട് അടുത്തില്ലെങ്കിലും അങ്ങോട്ടടുക്കാൻ ശ്രമിക്കുന്ന പ്രകൃതക്കാരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം ചേർക്കുന്നവരായിട്ട് എടുത്തു പറഞ്ഞത് എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങോട്ട് അടുക്കുന്നില്ലെങ്കിലും അങ്ങോട്ടടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ബോധപൂർവം ചെല്ലാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് സലാം പറയുന്നില്ലെങ്കിലും അങ്ങോട്ട് സലാം പറയുക. ഇങ്ങോട്ട് ചിരിക്കുന്നില്ലെങ്കിലും അങ്ങോട്ട് ചിരിക്കുക എന്ന നിലപാടാണ് ബന്ധം ചേർക്കലിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ബന്ധങ്ങൾ നന്നായി വരികയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, ലാ യഹില്ലു ലി മുഅ്മിനിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ് ലയാൽ. 3 രാവിനപ്പുറം വിശ്വാസികൾ തമ്മിൽ ഒരിക്കലും പിണങ്ങി നിൽക്കരുത്. അത് അനുവദനീയമല്ല. അപ്പൊ 3 നാൾ പിണങ്ങി നിൽക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. 3 ദിവസം കഴിഞ്ഞിട്ട് നന്നാവാം. 3 ദിവസം എന്തായാലും അനുവദനീയമാണല്ലോ. അങ്ങനെയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ല വിധേനയും പിണക്കം ഉണ്ടായാൽ ആ പിണക്കം തീർക്കുവാനുള്ള അവധിയാണ് യഥാർത്ഥത്തിൽ ആ 3 നാൾ. 3 നാളിനിടയിൽ ആ ബന്ധം നന്നായിരിക്കേണ്ടതുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ കണ്ടുമുട്ടിയാൽ യൽതഖിയാനി ഫയുരിദു ഹാദാ വയുരിദു ഹാദാ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, മറ്റയാൾ അങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു. മുഖത്തോട് മുഖം നോക്കാതെ, ചിരിക്കാൻ ശ്രമിക്കാതെ വഴിമാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് കൂടുതൽ ശ്രേഷ്ഠൻ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ, പരസ്പരം കണ്ടുമുട്ടുന്നു പക്ഷേ സലാം പറയുന്നില്ല, മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, മുഖം കൊടുക്കുന്നില്ല. ആ അവസ്ഥയിൽ ബോധപൂർവം ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ സന്നദ്ധനായാൽ അയാളാണ് അവരിൽ ശ്രേഷ്ഠൻ, അയാളാണ് കൂടുതൽ പ്രതിഫലാർഹൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ ഉണർത്തുന്നത്. ഇങ്ങനെ ബോധപൂർവം അങ്ങോട്ട് കടന്നു ചെന്നുകൊണ്ട് ബന്ധം ചേർക്കാൻ ശ്രമിച്ചാലേ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം സാങ്കേതികമായ അർത്ഥത്തിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്ന നിലയിൽ നമ്മുടെ ബന്ധങ്ങൾ പരിമിതപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് എല്ലാ തലത്തിലും ഉണ്ടാവേണ്ടതാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഇതേ കാഴ്ചപ്പാട് തന്നെ ഉണ്ടാവണം. അവൾക്ക് എന്താണ് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ഇങ്ങോട്ട് മിണ്ടിക്കൂടെ എന്ന നിലക്ക് കാത്തു നിൽക്കുന്ന പ്രകൃതമല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് മൊത്തത്തിലുള്ള നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, കുടുംബത്തിന്റെ ഭദ്രത ആഗ്രഹിച്ചുകൊണ്ട് സ്വാഭാവികമായും പരസ്പരം മുന്നേറി നന്നാകുവാനും ഒന്നിക്കുവാനും വിള്ളലുകൾ വിളക്കി ചേർക്കുവാനും അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾ അകറ്റുവാനുമുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. ലാ യഫ്റുഖ് മുഅ്മിനും മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുന്നോട്ട് വെച്ച ഒരു നിലപാട്, ലാ യഫ്റുഖ് മുഅ്മിനും മുഅ്മിന, ഒരു വിശ്വാസി വിശ്വാസിനിയെ ഒരിക്കലും വെറുത്ത് കളയരുത്. അഥവാ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ വെറുത്ത് കളയരുത് എന്നാണ് ഉദ്ദേശം. മനസ്സുകൊണ്ട് വെറുത്ത് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. എങ്ങനെയാണത് പരിഹരിക്കാം? ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവരിലെ ഏതെങ്കിലും ഒരു സ്വഭാവം ഒരുപക്ഷെ നിന്നിൽ വെറുപ്പ് സൃഷ്ടിച്ചേക്കാമെങ്കിലും തീർച്ചയായും വേറെ ഒരുപാട് പ്രകൃതങ്ങൾ നിന്നിൽ സംതൃപ്തി ഉളവാക്കുന്നതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കുറ്റവും കുറവും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ. ദാമ്പത്യ ബന്ധത്തിൽ അങ്ങനെയുള്ള വില്ലലുകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രയാസമുണ്ട്, ശരിയാണ്. അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ വേണ്ടത്ര നിപുണയല്ല. എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി നോക്കിയാലും തകരാറാണ്.
എത്ര പറഞ്ഞിട്ടും നേരെയാവുന്നില്ല. പക്ഷേ അതേ സമയത്ത് നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാതിരാത്രിയാണെങ്കിൽ പാതിരാത്രി വരെ കാത്തിരിക്കുന്ന ഒരു മനസ്സ് അവർക്കില്ലേ? അതവരുടെ നന്മയല്ലേ? ഇങ്ങനെ ഒരു കാര്യം നിന്നെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിലും വേറെ ഒരുപാട് കാര്യങ്ങൾ നിന്നെ തൃപ്തിപ്പെടുത്തുന്നതായിട്ടുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു കാര്യം പ്രയാസപ്പെടുത്തുന്നുവെങ്കിലും വേറെ കുറെ കാര്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതായിട്ടുണ്ട്. സന്താനങ്ങളെ പരിപാലിക്കുന്നതിൽ, അതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ അവരേറെ മുന്നിലാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ പുറത്തു കൊടുക്കാൻ സന്നദ്ധയാണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോഴാണ് ബന്ധങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്ത പ്രകൃതക്കാരനും വ്യത്യസ്ത സ്വഭാവക്കാരനുമാണ് എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാലേ ബന്ധങ്ങൾ നന്നാവുകയുള്ളൂ എന്നർത്ഥം. ഇത് എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തന്നെ വിശദീകരിച്ച് പരാമർശിക്കുന്നത് കാണാം. അയൽവക്ക ബന്ധങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അയൽവക്ക ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം വസിയത്ത് ചെയ്യുമായിരുന്നു. ഈ വസിയത്ത് നിരന്തരം കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എടുത്തു പറയുന്നുണ്ട്, ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു, എനിക്ക് തോന്നിപ്പോകാറുണ്ട് അയൽവാസിക്ക് അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന്. അത്രമാത്രം രക്തബന്ധം പോലെ, കുടുംബബന്ധം പോലെ നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബന്ധമാണ് അയൽവക്ക ബന്ധം എന്ന നിലക്ക് നിരന്തരം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അയൽവക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ ഈമാനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് 3 തവണ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ലേ? ആരാണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരാളുടെ അയൽവാസി തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനല്ലെങ്കിൽ, തൻ്റെ അയൽവാസിയെക്കുറിച്ച് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അയാൾ ഏതെങ്കിലും തരത്തിൽ തന്നെ ഉപദ്രവിക്കും എന്ന് തോന്നുന്ന ഒരവസ്ഥ തൻ്റെ സഹോദരനിൽ ഉണ്ടെങ്കിൽ അയാളിൽ ഈമാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുണ്ടായി. അപ്പോൾ അയൽവക്ക ബന്ധം ഈ നിലയിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട സുപ്രധാനമായ ഒരു ബന്ധമാണ് എന്ന് വരുന്നു. മാത്രമല്ല, അയൽവാസി പട്ടിണി കിടക്കെ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഈ നിലയിൽ സൃഷ്ടാവുമായി അടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സൃഷ്ടികൾ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനാഥകളെക്കുറിച്ച്, അഗതികളെക്കുറിച്ച്, അവരോടുള്ള ബാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതോട് ചേർത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ചും പരാമർശിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് സുപരിചിതമായ സൂറത്തുൽ മാഊൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവനാണവൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണക്കാര്യത്തിൽ പരസ്പരം പ്രേരിപ്പിക്കാത്തവനാണവൻ എന്ന് പറയുന്നുണ്ടല്ലോ. അനാഥയുടെയും അഗതിയുടെയും വിഷയത്തിൽ ഒട്ടും പരിശ്രമിക്കാത്ത, അവരുടെ അവകാശങ്ങൾ നിഷേധിച്ച് കളയുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനല്ലാത്ത ആളെ കുറിച്ച് പറയാൻ. ഇതോട് ചേർത്തുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതിനാൽ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞത്. ഇത് വളരെ ജാഗ്രതയോടെ നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇതുമായിട്ട് നമസ്കരിക്കുന്നവനെ ചേർത്ത് പറഞ്ഞത്? അപ്പൊ അവൻ നമസ്കരിക്കുന്നുണ്ട്, അല്ലാഹുവുമായി അടുക്കുവാനുള്ള മാർഗമായ നമസ്കാരം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നവനാണവൻ. അതേ സമയത്ത് അല്ലാഹുവിൻ്റെ അടിമകളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അയാളുടെ ഗുരുതരമായ കുറ്റം. എപ്പോഴും തസ്ബീഹ്മാല കയ്യിലുണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു,
പക്ഷെ ഇങ്ങനെ സമസൃഷ്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അത് പരിഹരിക്കാനോ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഉമ്മയുമായി തെറ്റാണ്, വാപ്പയുമായിട്ട് തെറ്റാണ്, പക്ഷെ ആള് 5 നേരവും കൃത്യമായിട്ട് പള്ളിയിലുണ്ടാവും. പ്രയോജനം ഉണ്ടാവും? യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ മാനദണ്ഡം തന്നെ മാതാപിതാക്കളായിരിക്കെ സാങ്കേതികമായി എത്ര തന്നെ ഇബാദത്തുകളിൽ മുഴുകിയാലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇത് വളരെ ഗൗരവത്തിൽ നാം ഉൾക്കൊള്ളേണ്ട വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ ചേർത്ത് പറയുന്നുണ്ട്. ഇഖ്വാനുക്കും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീക്കും. ആ സഹോദരങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് കീഴെ, നിങ്ങളുടെ ആശ്രിതത്വത്തിന് കീഴിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണവർ. ഏതോ കാരണത്താൽ സാമ്പത്തികമായി അല്പം പ്രയാസമുള്ളവരാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ വന്നു ചേർന്നതാണ് ഉപജീവനം ഉദ്ദേശിച്ചുകൊണ്ട്. സ്വാഭാവികമായും നിങ്ങളെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ ഒന്നാമതായി നാം മനസ്സിലാക്കണം, അവർ നമ്മുടെ കീഴിൽ വരുന്നതിന് മുമ്പ് അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അടിമകളുമാണ്. അള്ളാഹു തആല ആദരിച്ച മനുഷ്യരാണവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആദരവ്, അവരുടെ വ്യക്തിത്വം ഹനിക്കാത്ത രൂപത്തിൽ അവരുമായിട്ട് ഇടപഴകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ഫമൻ ജഅലല്ലാഹു അഖാഹു തഹ്ത യദൈഹി. അല്ലാഹു തആല ആരെ ഒരാളുടെ കീഴിൽ ഏൽപ്പിച്ചുവോ, തന്റെ സഹോദരനായിട്ട് ഏൽപ്പിച്ചുവോ, ഫൽയുതഇംഹു മിമ്മാ യഅകുലു മിൻ. ഒരാൾ ഭക്ഷിക്കുന്നതിൽ നിന്ന്, താൻ ഭക്ഷിക്കുന്നതിൽ നിന്ന് അയാൾക്കും നീ ഭക്ഷണം നൽകണം. വയൽബിസ്ഹു മിമ്മാ യൽബിസ്. അവൻ ധരിക്കുന്ന വസ്ത്രം പോലെ തന്നെ അയാൾക്കും വസ്ത്രം ധരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. വലാ യുകല്ലിഫ്ഹു മിനൽ അമൽ. ഒരിക്കലും ജോലി കൊണ്ട് അയാളെ കഷ്ടപ്പെടുത്തി കളയരുത്, പ്രയാസപ്പെടുത്തി കളയരുത്. മാ യഗ്ലിബുഹു ഫഇൻ കല്ലഫഹു മാ യഗ്ലിബുഹു ഫൽയുഇൻഹു അലൈഹി. അങ്ങനെ പ്രയാസകരമായ ജോലിയാണ് അയാളെ ഏൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും നീയും അയാളുടെ ജോലിയിൽ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഭാരം കെട്ടിയേൽപ്പിക്കുന്ന രീതി സ്വീകരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കാണാം. അപ്പൊ നമ്മുടെ കീഴിൽ, നമ്മുടെ തൊഴിലാളിയായിട്ട് വന്നു ചേരുന്ന ആളുകളുടെ വിഷയത്തിൽ പോലും ഈ മാനുഷിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചില്ലേ, അത്തദ്റൂന മൽ മുഫ്ലിസ്. നിങ്ങൾക്കറിയാമോ ആരാണ് പാപ്പരായവൻ? ഉടനെ സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ മത്താ. ഞങ്ങൾക്കിടയിൽ പാപ്പരായവൻ എന്നത് യാതൊരു ജീവിത മാർഗവുമില്ലാത്ത, ഒരു ദിർഹമിന് പോലും വകയില്ലാത്ത, 5 പൈസക്ക് വകയില്ലാത്തവനാകുന്നു, ജീവിക്കാൻ വകയില്ലാത്തവനാകുന്നു എന്ന് സഹാബത്ത് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിലെ മുഫ്ലിസിനെ, പാപ്പരായവനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയുണ്ടായി. ആരാണത് എന്ന് പറഞ്ഞുകൊണ്ട്, അവൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാകുന്നവനായിരിക്കും. ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, ഒരുപാട് സക്കാത്ത് നൽകിയിട്ടുണ്ട്. ഈ വിധത്തിൽ അള്ളാഹുവെ കണ്ടുമുട്ടുവാൻ ശ്രമിക്കുന്ന, അള്ളാഹുവിലേക്ക് കടന്നു വരുന്നവനായിരിക്കും അവൻ. പക്ഷെ അതേ സമയം അയാൾക്ക് സംഭവിച്ചു പോയ അബദ്ധം, അയാൾ ആരെയൊക്കെയോ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്നു, ആരുടെയൊക്കെയോ അവകാശങ്ങൾ പിടിച്ചു പറിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ അഭിമാനം ക്ഷതപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചാർജ് ഷീറ്റുകൾ ഇയാളുടെ മേലുണ്ടാവും. അതാണ് ഇയാളുടെ അവസ്ഥ. ഇബാദത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്, കൃത്യമായി സക്കാത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ദിക്റുകളും ഖുർആൻ പാരായണം ഒക്കെ അയാൾ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രശ്നം ഇതാണ്, മറ്റുള്ളവരെ പല വിധേനയും പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, സഹജീവികളുടെ അവകാശം പിടിച്ചു പറിച്ചെടുത്തിരിക്കുന്നു, അവരെ ചൂഷണം ചെയ്തിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു, വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അയാളുടെ നന്മകൾ എടുത്ത് അല്ലാഹു തആല ആരെയാണോ അയാൾ ഉപദ്രവിച്ചത് അവർക്ക് നൽകും. അവരുടെ തിന്മകൾ, അവരുടെ പാപത്തിന്റെ ഭാരം ഇയാളുടെ തലയിൽ കെട്ടിവെക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്.
ഒരുപാട് ഇബാദത്തുകൾ അനുഷ്ഠിച്ച ആളാണ്. പക്ഷേ അള്ളാഹുവിൽ അയാൾ എത്തിച്ചേരുമ്പോൾ പാപ്പരായവനായിട്ട് മറ്റുള്ളവരുടെ പാപം കൂടി സ്വന്തം തലയിൽ ഏറ്റുവാങ്ങിയിട്ട് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവസ്ഥ അയാൾക്കുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കാണാം. അപ്പോൾ അതിനാൽ മാനുഷിക ബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ നാം വളരെയേറെ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞു. ഇന്നലി ഖറാബ, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് കുറേ ബന്ധുക്കളുണ്ട്. അസ്ലുഹും വയഖ്തഊനനി, ഞാൻ അവരുമായിട്ട് പരമാവധി അടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എങ്ങനെ അടുക്കാൻ നോക്കിയാലും അവർ ഞാനുമായുള്ള ബന്ധം മുറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനുമായിട്ട് അവർ അടുക്കുന്നില്ല. വഅഹ്സനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവരെന്നെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലയ്യ, ഞാൻ അവരോട് വളരെ വിവേകപൂർവം, വളരെ ബോധപൂർവം ഞാൻ അവരോട് പെരുമാറാൻ ശ്രമിക്കുന്നു, വളരെ മാന്യമായിട്ട്. പക്ഷെ അവരെന്നോട് അവിവേകത്തോടു കൂടി തന്നെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ? ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ മനുഷ്യൻ അക്ഷമനായി മാറും, അറിവില്ലാത്തവൻ. ഞാൻ ഒരുപാട് നന്മകൾ അയാൾക്ക് ചെയ്തു കൊടുത്തു, പരമാവധി അയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് എന്ന് പലപ്പോഴും നാം സങ്കടം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ലഇൻ കുന്ത കമാ ഖുൽത, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നിന്റെ നിലപാടെങ്കിൽ, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല്, നീ അവരെ വെണ്ണീർ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്, നീ അവരെ വെണ്ണീർ തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആളിക്കത്താമായിരുന്ന ആ തീയെ നീ പരമാവധി അണച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. വലാ യസാലു മഅക മിനല്ലാഹി വഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, നീ ഈ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അവരുടെ അവിവേകങ്ങൾ കണ്ടിട്ട് നീയും അവിവേകിയായി മാറാതെ പരമാവധി നന്മയിൽ വർത്തിച്ചുകൊണ്ട് തന്നെ നിന്റെ ബന്ധുക്കളുമായി നീ ഇടപഴകുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിന്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായും നീ തന്നെയാണ് അവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അല്ല തോൽക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്പര ബന്ധം നന്നാക്കുന്നതിൻ്റെ ഒക്കെ അടിത്തറ അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ നാം തോറ്റു കൊടുക്കേണ്ടി വന്നേക്കും. കണ്ടില്ലേ, അയാളൊരു പാവാണ്, എന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്ന രൂപത്തിലൊക്കെ ആളുകൾ നമ്മെ വിലയിരുത്തിയേക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ പ്രീതി മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മളാൽ കഴിയും വിധം ബന്ധം നന്നാക്കുവാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്. അതിനാൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ആ ബന്ധങ്ങൾ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.